റോക്കി അപ്രത്യക്ഷനാകുന്നു. ധാരാളം പട്ടാളക്കാർ മരണപ്പെട്ടിരുന്നു. ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു. ജനങ്ങൾ കടുത്ത ഭയത്തിനുള്ളിലായിരുന്നു. പക്ഷെ പതിവ് പോലെ വേനൽ വന്നു. വിജയരാഷ്ട്രങ്ങൾക്ക് മുകളിൽ എന്ന പോലെ പരാജിതരുടെ ആകാശത്തിലും ഒരേ സൂര്യൻ ജ്വലിച്ചു നിന്നു. കമാകുറയിലെ വല്യച്ഛന്റെ വീട്ടിൽ നിന്ന് ടോക്കിയോയിൽ തിരിച്ചെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ടോട്ടോച്ചാൻ. ടോമോയിൽ ഇപ്പോൾ ക്യാമ്പുകളോ ചൂടുറവ തേടിയുള്ള ഹൃദയഹാരിയായ യാത്രകളോ ഇല്ലാതെയായിരിക്കുന്നു. പഴയതുപോലെ വിസ്മയങ്ങൾ നിറഞ്ഞ ഒരൊഴിവുകാലം ആസ്വദിക്കാൻ ഒരുപക്ഷെ കുട്ടികൾക്ക് ഇനി ഒരിക്കലും കഴിഞ്ഞെന്ന് വരില്ല. എല്ലാ വേനലവധികളിലും വല്യച്ഛന്റെ കുട്ടികളോടൊപ്പം കമാകുറയിലെ അവരുടെ വീട്ടിൽ അല്പകാലം കൂടാറുള്ള ടോട്ടോച്ചാന് ഇത്തവണ പക്ഷേ എല്ലാം വ്യത്യസ്തമായി തോന്നി. അവിടെ അച്ഛന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ചെക്കനുണ്ടായിരുന്നു. എപ്പോഴും ഭയങ്കരങ്ങളായ പ്രേത കഥകൾ പറഞ്ഞു കേൾപ്പിക്കാറുള്ള അവൻ സൈന്യത്തിലേക്ക് വിളിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പ്രേതകഥകളെ ഉണ്ടായില്ല. തന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ചുള്ള രസകരമായ കഥകളാൽ കുട്ടികളെ പുളകം കൊള്ളിക്കാറുള്ള വല്യച്ഛനും ആ കഥകൾ സത്യമാണോ അല്ലയോ എന്ന് കുട്ടികൾ അറിഞ്ഞില്ല. മുന്നണിയിലായിരുന്നു. വല്യച്ഛന്റെ പേര് ഷൂജി തഗൂജി എന്നായിരുന്നു. ഉന്നത തലത്തിൽ അംഗീകാരം നേടിയ ഒരു ക്യാമറമാനായിരുന്നു അദ്ദേഹം. നിഹോൺ ന്യൂസിന്റെ ന്യൂയോർക്ക് ബ്യൂറോ ചീഫ്, അമേരിക്കൻ മെട്രോ ന്യൂസിന്റെ കിഴക്കേഷ്യൻ പ്രതിനിധി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഷൂജി വല്യച്ഛൻ പത്രപംക്തികളിൽ വഴിയും പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായിരുന്നു അച്ഛൻ. പക്ഷെ മാതൃകുടുംബത്തിന്റെ പേര് കാലഹരണപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛൻ അത് ഉപനാമമായി സ്വീകരിച്ചു. അല്ലെങ്കിൽ അച്ഛന്റെ പേരിന്റെ ഒഴിവിലും തഗുജി എന്ന് വരുമായിരുന്നു. വല്യച്ഛൻ ഫിലിമിൽ പകർത്തിയ റബോളിലെ പോരാട്ടവും മറ്റും അപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ താൻ എടുത്ത യുദ്ധചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം മുന്നണിയിൽ നിന്നും അയച്ചിരുന്നുള്ളൂ. അത് വല്യമ്മയെയും മറ്റുള്ളവരെയും ദുഃഖത്തിലാഴ്ത്തി. അപകടകരങ്ങളായ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സൈനിക ഗ്രൂപ്പുകളെയാണ് ഫോട്ടോഗ്രാഫർമാർ എപ്പോഴും ചിത്രീകരിച്ചിരുന്നത്. അതിനാൽ സൈനിക മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഫോട്ടോഗ്രാഫർമാർ ട്രൂപ്പുകൾക്ക് മുമ്പേ സഞ്ചരിക്കണം പോലും. ആ കേട്ടുകേൾവി ടോട്ടോച്ചാന്റെ മുതിർന്നവരായ ബന്ധുക്കളെയെല്ലാം വല്ലാതെ പരിഭ്രമിപ്പിച്ചു. ഗ്രീഷ്മത്തിലെ കമാകുറ കടൽപ്പുറം പോലും അനാഥമായി കാണപ്പെട്ടു. ഒന്നും പഴയതുപോലെ അല്ലാതിരുന്നിട്ടും ആശ്വാസമെന്നോണം യാജാന്റെ തമാശകൾ ഉണ്ടായിരുന്നു. ഷൂജി വല്യച്ഛന്റെ മൂത്ത മകനാണ് യാജാൻ. ടോട്ടോച്ചാനേക്കാൾ 1 വയസ്സ് അവന് കൂടുതൽ. കുട്ടികളെല്ലാം ഒന്നിച്ച് ഒരു കൂറ്റൻ കൊതുക് വലയ്ക്കുള്ളിലാണ് കിടക്കാറ്. ഉറങ്ങുന്നതിനു മുമ്പ് അവന്റെ വക ഒരു പതിവ് പ്രകരണവും ഉണ്ടാകും. ചക്രവർത്തി നീണാൾ വാഴട്ടെ, അവൻ ഉച്ചത്തിൽ അലറും. എന്നിട്ട് വെടിയേറ്റ ഒരു പട്ടാളക്കാരനെ പോലെ കിടക്കയിലേക്ക് മറിഞ്ഞ് ചത്തഭാവത്തിൽ കിടക്കും. അവനിത് പലതവണ ആവർത്തിക്കും. ഏറ്റവും വലിയ തമാശ ഇനിയാണ്. ഇപ്രകാരം ചെയ്യുന്ന രാത്രികളിലെല്ലാം അവൻ ഉറക്കത്തിൽ എണീറ്റ് നടന്നു കളയും. ഒടുവിൽ വരാന്തയിൽ മൂക്കുകുത്തി വീണും മറ്റുണ്ടാകുന്ന പുകില് ചില്ലറയൊന്നുമല്ല. ജോലി തിരക്ക് കാരണം ടോട്ടോച്ചാന്റെ അച്ഛനും അമ്മയും വീട്ടിൽ തന്നെ തങ്ങി. ഇപ്പോൾ വേനലവധി കഴിഞ്ഞ് പ്രേതകഥകൾ പറയുമായിരുന്ന ആ പഴയ ചെക്കന്റെ ചേച്ചിയോടൊപ്പം ടോട്ടോച്ചാൻ തിരികെ ടോക്കിയോയിലെത്തിയിരിക്കുകയാണ്. വീടിന്റെ പടി കടന്നതും പതിവ് പോലെ അവൾ റോക്കിയെ തിരയാൻ തുടങ്ങി. അവനെ ഒരിടത്തും കാണാനില്ല. വീട്ടിലോ ഉദ്യാനത്തിലോ അവനില്ല. അച്ഛന്റെ ഓർക്കിഡുകൾ വളരുന്ന കണ്ണാടിക്കുടിലുമില്ല. ടോട്ടോച്ചാൻ ആകെ പരിഭ്രമിച്ചു. സാധാരണഗതിയിൽ അവൾ തിരിച്ചെത്തിയതറിഞ്ഞ് അവൻ എപ്പോഴേ വരേണ്ടതാണ്. അവന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറമ്പിലും പുറത്തും തെരുവിലും എല്ലാം നടന്നു. പക്ഷേ പ്രിയപ്പെട്ട ആ കണ്ണുകളുടെ കാതുകളുടെ ഇളകിക്കളിക്കുന്ന വാലിന്റെ നേരിയ സൂചന പോലും അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. താൻ പുറത്തേക്കിറങ്ങിയ തക്കത്തിൽ അവൻ തിരിച്ചെത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ തിരക്കിട്ട് അവൾ വീട്ടിലേക്ക് ഓടി. ഇല്ല, അവൻ വന്നിട്ടില്ല. റോക്കി എവിടെ? അവൾ അമ്മയോട് തിരക്കി. ടോട്ടോച്ചാന്റെ ഉത്കണ്ഠാകുലമായ അന്വേഷണം നമ്മെ ശ്രദ്ധിക്കാതെയല്ല. പക്ഷെ അവർക്ക് എന്ത് സമാധാനം പറയാനാകും? അമ്മേ, റോക്കിക്കുട്ടൻ എവിടെ പോയി? അവരുടെ ഉടുവസ്ത്രത്തിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ വീണ്ടും ചോദിച്ചു. അമ്മ മറുപടി പറയാൻ വിഷമിക്കുകയായിരുന്നു. അവനെ കാണാനില്ല, അവർ മെല്ലെ പറഞ്ഞു. അത് വിശ്വസിക്കാൻ ടോട്ടോച്ചാൻ കൂട്ടാക്കിയില്ല. റോക്കിയെ കാണാതാവുകയോ? അതെങ്ങനെ സാധ്യമാകും? എപ്പോ? അമ്മയുടെ മുഖത്തേക്ക് തന്നെ തറഞ്ഞിറങ്ങിയ കണ്ണുകളോടെ അവൾ ചോദിച്ചു. അമ്മയ്ക്ക് വാക്കുകൾ പതറി. എന്റെ പുന്നാരക്കുട്ടി കമാകുറയിൽ പോയ ആ ഇടയ്ക്ക് തൊണ്ടയിടറുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക്. എങ്കിലും അവർ പെട്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ അവനെ ഒരുപാട് തിരഞ്ഞു, എല്ലായിടവും പോയി നോക്കി, എല്ലാരോടും ചോദിച്ചു.
അവന്റെ പൊടി പോലും കിട്ടിയില്ല. നിന്നോട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കെല്ലാം സങ്കടമുണ്ട് ടോട്ടോ. അങ്ങനെ സത്യം അവൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നു. റോക്കി അപ്രത്യക്ഷനായിരിക്കുന്നു. അവൻ തീർച്ചയായും മരിച്ചു പോയിരിക്കും. എനിക്ക് സങ്കടമാകുമെന്ന് കരുതി അമ്മ പറയാത്തതാണ്. അവൾ തനിയെ മന്ത്രിച്ചു. പക്ഷേ എന്റെ റോക്കി മരിച്ചു. അക്കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. ടോട്ടോച്ചാൻ എത്ര നീണ്ടകാലം യാത്രയിലാണെന്നിരിക്കലും റോക്കി ഇന്നോളം വീട് വിട്ട് ദൂരത്തേക്ക് പോയിട്ടില്ല. അവനറിയാം അവന്റെ ടോട്ടോ തീർച്ചയായും തിരികെ വരുമെന്ന്. റോക്കി അങ്ങനെ എന്നോട് പറയാതെ ഒരിക്കലും പോവില്ല, അവൾ സ്വയം വിചാരിച്ചു. അത്യന്തം ദൃഢമായിരുന്നു ആ വിശ്വാസം. പക്ഷേ അതേക്കുറിച്ച് അമ്മയോട് ടോട്ടോജാൻ ഒന്നും തന്നെ സംസാരിച്ചില്ല. അമ്മയുടെ ദുഃഖമെന്തെന്ന് അവൾക്ക് നന്നായി അറിയാം. അവൻ എവിടെ ആയിരിക്കുമോ ആവോ പോയെ. മിഴികൾ താഴ്ത്തിപ്പിടിച്ച് അവൾ മന്ത്രിച്ചത് അത്രമാത്രം. കൂടുതൽ പിടിച്ചു നിൽക്കാൻ അവൾക്കാവുമായിരുന്നില്ല. ടോട്ടോജാൻ മുകളിലത്തെ നിലയിലെ തന്റെ മുറിയിലേക്ക് ഓടി. ഈ റോക്കിയില്ലാത്ത വീട് വീടേ അല്ലെന്ന് അവൾക്ക് തോന്നി. മുറിയിലിരുന്ന് കരയാതിരിക്കാൻ പാടുപെട്ട് അവൾ ആലോചിച്ചു. റോക്കിക്ക് നീരസം തോന്നാൻ താൻ എന്തെങ്കിലും വകതിരിവില്ലായ്മ കാട്ടിയോ? അവനെ വീടുപേക്ഷിച്ചു പോകാൻ പ്രേരിപ്പിക്കത്തക്ക വല്ലതും? മൃഗങ്ങളെയും പക്ഷികളെയും നോവിക്കരുത്. ടോമോയിലെ കുഞ്ഞുങ്ങളോട് കോബായാഷി മാസ്റ്റർ എപ്പോഴും പറയും, മൃഗങ്ങൾ നമ്മെ വിശ്വസിക്കുമ്പോൾ നാം അവയെ ചതിക്കുന്നത് ക്രൂരമാണ്. കൊതിപ്പിച്ച ശേഷം ഒരു നായയ്ക്ക് ഒന്നും കൊടുക്കാതിരിക്കുക കടുത്ത തെറ്റാണ്. ആ നായ അതോടെ നമ്മെ അവിശ്വസിക്കും എന്ന് മാത്രമല്ല, അത് ചീത്ത ശീലങ്ങൾ പഠിച്ചു തുടങ്ങുകയും ചെയ്യും. ഈ നിയമങ്ങൾ ടോട്ടോജാൻ എപ്പോഴും പാലിച്ചു വന്നു. അവൾ ഒരിക്കലും തന്റെ റോക്കിയെ കുരങ്ങ് കളിപ്പിച്ചിട്ടില്ല. എന്നാലും എന്തെങ്കിലും നേരിയ വീഴ്ച താൻ വരുത്തിയോ? അങ്ങനെയൊന്നും അവൾ കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് തറയിൽ തന്റെ കരടിക്കുട്ടിയുടെ കാലിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ അപൂർവ വസ്തു അവൾ കണ്ടത്. അതുവരെയും അടക്കി നിർത്തിയിരുന്ന കണ്ണീർ അതോടെ അണപൊട്ടിയൊഴുകി. പ്രിയപ്പെട്ട റോക്കിക്കുട്ടന്റെ ഒരു പിടി തവിട്ടു രോമങ്ങളായിരുന്നു അത്. ചെണ്ട് കെട്ടിയതുപോലെ. അവൾ കമാകുറയിലേക്ക് പോയ ദിവസം പുലർച്ചയ്ക്ക് ഏറ്റവും ഒടുവിൽ അവനുമായി കെട്ടിമറിഞ്ഞ് കളിക്കുമ്പോൾ അടർന്നു വീണവയായിരിക്കണം. ഓമനത്വമുള്ള ഇത്തിരിയോളം പോകുന്ന ആ ജർമ്മൻ ഷെപ്പേർഡ് രോമങ്ങൾ കയ്യിൽ അമർത്തിപ്പിടിച്ച് അവൾ ഒരുപാട് കരഞ്ഞു. തേങ്ങലുകളും കണ്ണീരും പെട്ടെന്ന് അവസാനിക്കുമായിരുന്നില്ല. ആദ്യം യാസ്വാക്കിച്ചാൻ, ഇപ്പോൾ റോക്കി. മറ്റൊരു ചങ്ങാതി കൂടി അവൾക്ക് നഷ്ടമായി.